മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നടക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് യഥാർത്ഥത്തിൽ ധർമ്മസ്ഥല എന്ന് പറയുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ദിവ്യതയോടുകൂടി കാണുന്ന ഒരു പിൽഗ്രിം സെന്ററിനെ സംബന്ധിച്ച് ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഏതെങ്കിലും ഭാഗത്ത് നടന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അത് കർണാടകയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് മാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് ഇപ്പോൾ നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ധാരാളം പിൽഗ്രിംസ്, തീർത്ഥാടകർ പോകുന്ന ഒരു കേന്ദ്രമാണ് ധർമ്മസ്ഥല. അപ്പൊ അവിടെ ആ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അസ്വസ്ഥജനകമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണകൂടത്തിനും ഇതിൽ താല്പര്യം ജനിക്കേണ്ടതാണ്. കേരളത്തിലെ ഭരണകൂടവും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം മാധ്യമ ലോകത്ത് നിന്ന് ഈ വിഷയത്തെ കാണുമ്പോൾ മാധ്യമങ്ങൾ സധൈര്യം ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന ഒരു സാഹചര്യം കർണാടകയിൽ ഏതായാലും ഇല്ല. കർണാടകയിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കേരളത്തിലെ പൊതുമാധ്യമങ്ങൾക്ക് പോലും ആ രീതിയിലേക്ക് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കാണാൻ. കുറെ യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ന്യൂസ് 18 ചാനൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് എന്ന് പറയാതെ വയ്യ. ഞാൻ ന്യൂസ് 18 ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുകയല്ല. അതുപോലെ മറ്റ് ചാനലുകളുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള 24 മാത്രമാണ് പിന്നെ അല്പമെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ള ചാനലുകൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഭയം, ഭരണകൂടത്തിന് ഭയം, അതല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം മുഴുവൻ ഏതെങ്കിലും ഇതുപോലുള്ള അധോലോക ശക്തികൾക്ക് മുമ്പിൽ താണു വണങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതാണ് ശ്രീ വിനോദ്, ഇത്രത്തോളം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടും അവിടെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനപ്പുറം പരാതിയും പ്രതിഷേധവും ശക്തമാകുമ്പോൾ ഇപ്പോഴും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന നീക്കങ്ങൾ, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്, ഒരുപക്ഷെ നാളെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്ന സൂചനയൊക്കെയുണ്ട്. പക്ഷെ അപ്പോഴും ഇത്രത്തോളം നമ്മൾ കെട്ടുകഥകളിൽ പോലും കേട്ട് പരിചിതമല്ലാത്ത കൊടും ക്രൂരതയുടെ വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടും മന്ദഗതിയിൽ തന്നെയല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും പോകുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ലല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് 3-ാം തീയതി ഈ വിഷയം പുറത്തു വിടുമ്പോൾ തന്നെ ഇന്ത്യ ഞെട്ടേണ്ടതായിരുന്നു. 4-ാം തീയതി FIR ഫയൽ ചെയ്യുമ്പോൾ തന്നെ അതിന് ആധികാരികമായി ഇടപെടാൻ ബന്ധപ്പെട്ട കക്ഷികളെല്ലാം, അത് രാഷ്ട്രീയ കക്ഷികളാകട്ടെ, മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരാകട്ടെ, അതല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളാകട്ടെ, അതല്ലാത്ത ആക്ടിവിസ്റ്റുകളാകട്ടെ, മാധ്യമ ലോകമാകട്ടെ ഒക്കെ ഇറങ്ങേണ്ടതായിരുന്നു. 11-ാം തീയതി വരെ ഒരു അനക്കവും സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഒടുവിൽ 11-ാം തീയതി കോടതിയിൽ പോയി 183 സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടും പോലീസോ മറ്റു സംവിധാനങ്ങളോ അനങ്ങുന്നില്ല. ഞാൻ അവിടേക്ക് ചെല്ലുന്നത് അയാൾ തന്നെ കുഴിച്ചിട്ട ഭാഗത്ത് ചെന്ന് അയാൾ കണ്ടെത്തിയ ഒരു സ്കള്ളുമായി, ഒരു തലയോട്ടിയുമായിട്ടാണ് മാജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തുന്നത്, അല്ലെങ്കിൽ ന്യായാധിപന്റെ മുന്നിൽ എത്തുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ തലയോട്ടിയുമായിട്ട് വന്നതെന്ന്. നിങ്ങൾക്ക് ഈ കഥ വിശ്വസിക്കാൻ ഉള്ള ഒരു തെളിവ് എന്നുള്ള നിലയിലാണ് ഞാനിത് കൊണ്ടുവരുന്നത്. എന്നിട്ടത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ട് പോലും അങ്ങനെ ആധികാരികമായ തെളിവ് മുന്നിൽ വെച്ചുകൊണ്ട് മാപ്പുസാക്ഷിയാവുന്ന തരത്തിൽ ഒരാൾ മുന്നോട്ട് വന്ന് ഇത്രയും ഭീകരമായ കൊലപാതക പരമ്പര നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നിൽ വലിയ ശക്തികളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എനിക്ക് ജീവന് സുരക്ഷിതത്വമില്ല, നിങ്ങൾ സുരക്ഷിതത്വം തരികയാണെങ്കിൽ ഞാൻ ഇതിന്റെ കേസിന്റെ എല്ലാ നാൾവഴികളും എല്ലാ സംഭവങ്ങളും ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് പോലും കണ്ണ് മൂടിക്കെട്ടുന്ന നീതിദേവതയുടെ ചിത്രം മറ്റൊരു തരത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ വലിയൊരു ട്രാജഡി എന്നുള്ള നിലയിലേക്കാണ് ഈ കേസ് മുന്നോട്ട് ഇപ്പോൾ പുരോഗമിക്കുന്നത്.
പുരോഗമിക്കുന്നു എന്ന് പറയാൻ പോലും പറ്റില്ല. അത് അവിടെ തന്നെ കിടക്കുകയാണെന്ന് പറയുന്നത്. അതെ, നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നടന്ന തുടക്കമിട്ട ഈ അന്വേഷണത്തെ കണ്ടത്. ശ്രീ വിനോദ്, ഈ വിഷയത്തിൽ ഇടപെടുന്ന, കൃത്യമായ ഇടപെടൽ നടത്തുന്ന അന്വേഷണത്തിൽ ഒരു ഇതിന്റെ കാണാപ്പുറങ്ങൾ തേടി താങ്കളും പങ്കാളിയാകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം ഏത് സമയവും അട്ടിമറിക്കപ്പെടാമെന്നുള്ള ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ? ഇനിയെങ്കിലും നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ആ ആശങ്ക ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 183 സ്റ്റേറ്റ്മെന്റ് അടച്ചിട്ട മുറിയിൽ ന്യായാധിപന് മുന്നിൽ കൊടുക്കുന്ന ആ ഒരു പ്രസ്താവന പോലും, സത്യപ്രസ്താവന പോലും മാധ്യമങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന യൂട്യൂബ് വീഡിയോയ്ക്ക് കാരണമാകുന്നു, അടിസ്ഥാനമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നീതി ന്യായ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളായി ഇത് മാറുകയാണ്. അവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് സംവിധാനത്തിന്റെ ഭാഗമായി ഈ പറയുന്ന തരത്തിൽ സ്വകാര്യമായി അല്ലെങ്കിൽ രഹസ്യമായി കൊടുത്ത മൊഴി പോലും പരസ്യമായി അവിടുത്തെ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇത് പരസ്യപ്പെടുത്തുന്ന നിലയിലേക്ക് ആ സാക്ഷിയുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ട നിയമപരമായ ബാധ്യതയുള്ള സംവിധാനങ്ങൾ തന്നെ ആ സാക്ഷിയാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുമ്പ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സുരക്ഷ പോലും കണക്കാക്കാതെ അയാൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയില്ല എന്ന് SP പോലും മുന്നോട്ട് വന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ഈ കേസ് എങ്ങോട്ട് പോകുമെന്ന വലിയ ആശങ്കയാണ് നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് എന്താവും എന്ന ആശങ്ക ഇന്ന് മാധ്യമ ലോകത്ത് അല്ലെങ്കിൽ സാമാന്യ ജനതയുടെ മനസ്സിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സംവിധാനവും ഈ കേസിന് കാരണക്കാരായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീരിയൽ കില്ലിങ്സിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ വഴങ്ങി നിൽക്കുന്നു, വണങ്ങി നിൽക്കുന്നു എന്ന അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ നിയമ പ്രാബല്യമുള്ള ഒരു രാജ്യത്താണോ ജീവിക്കുന്നത് എന്ന തോന്നൽ പോലും ശക്തമായി ഉണർത്തുന്ന ഒരു കേസായി ധർമ്മസ്ഥല സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ സീരിയൽ മർഡർ കേസ് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ വിനോദ്. മാധ്യമപ്രവർത്തകൻ ശ്രീ വിനോദാണ് നമ്മൾക്കൊപ്പം ചേർന്നത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ചേർന്നതിനും പ്രതികരിച്ചതിനും. KV ബൈജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ശ്രീ വിനോദ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണോ ജീവിക്കുന്നത്, നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഇത്രത്തോളം ദുർബലമാണോ എന്ന് ചിന്തിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് ഇത്രയും കാലം ഉണ്ടായത്. ഇപ്പോഴും ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മന്ദഗതിയിൽ പോകുന്നതുമൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. ഇപ്പോൾ ശ്രീ വിനോദ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് മലയാളികൾ കൂടുതലായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർക്കും ഇത്രത്തോളം വലിയ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന സൂചനയാണ് ഇത്തരത്തിലുള്ള കേസുകൾ പുറത്തേക്ക് വരുമ്പോൾ. ഇപ്പോൾ കട്ടപ്പനയിലെ ജോയിയുടെ കൊലപാതക വാർത്ത അടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഒരു ഇടപെടൽ അനിവാര്യമായ ഒരു ഘട്ടത്തിലേക്കാണോ നമ്മൾ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്, എത്തി നിൽക്കുന്നത്? ബൈജു, തീർച്ചയായും അത്തരത്തിലുള്ള പല വെളിപ്പെടുത്തലും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലും ന്യൂസ് 18 പുറത്തു കൊണ്ടുവരും. ഞെട്ടിപ്പിക്കുന്ന ഓരോ വിവരങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ധർമ്മസ്ഥലം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വലിയ അധർമ്മം ഇവിടെ നടന്നിരിക്കുന്നു, അതെല്ലാം മറനീക്കി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും സജീവമായ ഈ ക്രിമിനൽ സംഘങ്ങൾ, നീചന്മാരായ ഒരു കൂട്ടം ആളുകൾ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഈ കേരള സർക്കാരിന്റെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള യോജിച്ച പ്രവർത്തനം വേണം. കാരണം കുറേ അധികം ആളുകൾ കേരളത്തിൽ നിന്നും ഇവിടെ എത്തി കാണാതായവരോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരോ ആണ്. ഇപ്പോൾ ജോയിയുടെ കാര്യം തന്നെ, അവർ ജീവിതം കരുപിടിപ്പിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയതാണെങ്കിൽ അവരുടെ വേരുകളെല്ലാം ഇടുക്കി കട്ടപ്പനയിലാണ്. അവരുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ അവിടെയാണ്. അവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. എല്ലാം ഉപേക്ഷിച്ച്, വർഷങ്ങളായുള്ള അധ്വാനം മുഴുവൻ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് ഈ ഭാഗത്ത് വരാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായത്. അത് അത്രത്തോളം ആ രീതിയിലുള്ള ഒരുപാട് ആളുകൾ ഈ വാർത്ത കണ്ടും ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം സജീവമായതോടുകൂടിയാണ് ഇവരൊക്കെ ധൈര്യം ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇവരുടെ കയ്യിൽ രേഖകളുണ്ട്, നേരത്തെയും ഇത്തരത്തിൽ രേഖകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ വില പോകാത്ത സാഹചര്യമാണ്. ഇനിയെങ്കിലും ഈ കേസുകളുടെ ചുരുളഴിയണം. അതാണ് നമ്മുടെ ദൗത്യവും ഒപ്പം ആക്ഷൻ കമ്മിറ്റിയുടെയും. തീർച്ചയായും. വധഭീഷണി അടക്കം ഉണ്ടായിട്ടും ഈ കേസുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ന്യൂസ് 18 പ്രതിനിധി KV ബൈജു മുന്നോട്ട് പോകുന്നത്
ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട ദുരൂഹതകൾ പുറത്തു വരണം, ആ നീതി നിഷേധിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴും അന്വേഷണം മന്ദഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നതാണ് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന കാര്യം. ആദ്യം ഈ വെളിപ്പെടുത്തൽ വന്ന ഘട്ടത്തിൽ തന്നെ രാജ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്ന് ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഉണ്ടായില്ല എന്നതാണ് ദൗർഭാഗ്യകരം. ഇപ്പോഴും കർണാടകയിലെ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഭൂമി തട്ടിയെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം നടന്നിരിക്കുന്നു 2018 എന്ന വെളിപ്പെടുത്തലാണ്, ആ മകന്റെ വെളിപ്പെടുത്തലാണ്. അനീഷ് എന്ന വ്യക്തിയുടെ അച്ഛനെയാണ് 2018 കൊലപ്പെടുത്തിയത്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ മലയാളികൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അന്വേഷണം സമഗ്രമായി സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ വേണ്ടേ എന്ന ഒരു വലിയ ചോദ്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ ഇനിയും വരും മണിക്കൂറുകളിൽ, വരും ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് വിശദമായി തന്നെ കാണാം. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.